3 കൊലപാതകം ചെയ്ത ചെന്താമരയെ ഇന്നലെ രാത്രി നെന്മാറയിലെ പോത്തുണ്ടി മലയുടെ അടിവശത്ത് വീടിനോട് ചേർന്ന ഭാഗത്ത് നിന്ന് പിടികൂടി. വിശപ്പടക്കാൻ മേലാതെ അയാളെ പട്ടിണി കിടന്ന് കാട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്നപ്പോഴാണ് പിടി വീണത്. അയാളുടെ മനസ്സിൽ 2 കാര്യങ്ങളേ ഉള്ളൂ. നല്ല ആഹാരപ്രിയനാണ്, പിന്നെ മറ്റൊന്ന് പകയാണ്. തനിക്ക് ആരോടെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ അത് പകയായിട്ട് മാറി അയാൾ ആളെ കൊല്ലുന്നതാണ് നമ്മൾ കാണുന്നത്. ഏതായാലും ഇന്നലെ അയാളെ അറസ്റ്റ് ചെയ്തു, അയാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. ജനങ്ങൾ കൂടി പോലീസ് സ്റ്റേഷൻ വളഞ്ഞു. പോലീസ് സ്റ്റേഷൻ്റെ ഗേറ്റ് തകർത്തു. അവനെ പിടിച്ചു കൊല്ലാനായിട്ട് ശ്രമിച്ചു. അവസാനം പോലീസ് ലാത്തിച്ചാർജ് ചെയ്തു എന്നാണ് വാർത്ത വരുന്നത്. ഇപ്പം പോലീസ് കസ്റ്റഡിയിലാണ്. അയാൾ ആലത്തൂർ DOSP ഓഫീസിലാണെന്ന് പറയുന്നു. അയാൾ സെല്ലിനകത്തിരുന്ന് ഷട്ടിടാതെ ഇരുന്ന് ആഹാരം കൊതിയോടെ കഴിക്കുന്ന നമ്മൾക്ക് കാണാം. തനിക്ക് ചോറും അല്പം കോഴിയിറച്ചിയും വേണമെന്ന് പറഞ്ഞു. അത് പോലീസുകാർ കൊടുത്തു. യാതൊന്നും സംസാരിക്കുന്നില്ല. പോലീസ് ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം മറുപടി. സുജാത എന്ന സുധാകരന്റെ ഭാര്യയെ കൊന്നു 2019. അതിനുശേഷം കഴിഞ്ഞ ദിവസം സുധാകരന്റെ വീടിന്റെ മുൻവശത്ത് സ്കൂട്ടറിലിരുന്ന സുധാകരനെ വെട്ടിക്കൊന്നു. ഇത് കണ്ടു നിന്ന അമ്മ ലക്ഷ്മിയെ വെട്ടിക്കൊന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസുമായിട്ട് വലിയ വീഴ്ച ഉണ്ടായെന്ന് നാട്ടുകാർക്ക് മനസ്സിലായി. സുധാകരൻ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ഏകദേശം 1-1.5 വർഷമായി. പക്ഷേ 2019 സുധാകരന്റെ ഭാര്യ സുജാതയെ കൊന്നിട്ട് 19 മുതൽ 2022 വരെ ജയിലിൽ കിടന്നു, റിമാൻഡിൽ. അതിനുശേഷം ജാമ്യത്തിൽ ഇറങ്ങി. അയാള് നെന്മാറയിൽ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലും പഞ്ചായത്തിലും അല്ലെങ്കിൽ ആ ജില്ലയിൽ കയറുന്നതായി. അതിനുശേഷം 2023 ബെയിൽ കണ്ടീഷൻ ലിഫ്റ്റ് ചെയ്തു. അയാൾ ആ പഞ്ചായത്തിലെ നെന്മാറ പഞ്ചായത്തിൽ ഇവർ താമസിക്കുന്ന പോത്തുണ്ടി ബോയൽ കോളനിയുടെ വാർഡിൽ പ്രവേശിക്കാൻ പാടില്ല എന്നായി. എന്തായാലും ആ കണ്ടീഷൻ ലംഘിച്ച് അയാൾ 2 മാസം കൊണ്ട് അയാളുടെ വീട്ടിൽ തന്നെയുണ്ട്. അയാളുടെ വീടിനോട് ഓപ്പോസിറ്റ് സൈഡിലാണ് സുധാകരന്റെ വീടും ലക്ഷ്മിയുടെ വീടും. അതിനടുത്താണ് ഇയാൾ കൊല്ലാൻ ഉദ്ദേശിച്ച വിലാസിനിയുടെ വീട്. ഇയാൾക്ക് പക തീർന്നിട്ടില്ല. ഇപ്പം 3 പേരെ കൊന്നുള്ളൂ. ഇനി അടിയന്തരമായി 2 പേരെയും കൂടെ കൊല്ലണം അയാൾക്ക്. അതൊന്ന് വിലാസിനിയാണ്, മറ്റൊന്ന് ഇയാളുടെ ഭാര്യയുടെ മരുമകൻ. ഇയാളില്ലാത്ത സമയത്ത് ഭാര്യയും മക്കളും ഇയാൾ കൊല്ലുമെന്ന് പേടിച്ച് ഒളിച്ചോടി. അതിലൊരു മകളെ കല്യാണം കഴിച്ചിരുന്ന ഒരു പോലീസുകാരനാണ്. ഇപ്പം ഇയാളുടെ ലക്ഷ്യം ആ പോലീസുകാരനെ കൊല്ലണം, അതോടൊപ്പം തന്നെ വിലാസിനിയെയും കൊല്ലണം. ഇതാണ് ഇയാൾ പിടികിട്ടിയില്ലെങ്കിൽ ചെയ്യാൻ പോകുമായിരുന്നത്. ഇയാൾ പകയുള്ള ആളാണ്, പക മാറില്ല. ഇയാൾ ബ്ലാക്ക് മാജിക്കിൽ വിശ്വസിക്കുന്ന ആളാണ്, അന്ധവിശ്വാസിയാണ്. കയ്യിൽ എത്ര പൈസ കിട്ടിയാലും ആ പൈസയായിട്ട് ഉടൻ ജ്യോതിഷിയുടെ അടുത്ത് പോകും, പ്രശ്നം വെക്കും. അടുത്ത് നടക്കാൻ പോകുന്ന സംഭവങ്ങൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. ഓരോരോ കാര്യങ്ങളും ഇയാൾ ദൈനംദിനം ജ്യോതിഷത്തിൻ്റെ വിശ്വാസമുള്ള ആള് ജ്യോതിഷിയെ പോയി കണ്ട് അങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പം തന്നെ ഈ കൊലപാതകം നടത്തി അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. പോത്തുണ്ടി മലയിൽ കയറി. പോത്തുണ്ടി മലയുടെ അങ്ങേയറ്റം നെല്ലിയാമ്പൊതിയാണ്. നെല്ലിയാമ്പൊതിയിലെ അയാൾക്ക്
കാട് കയറാമായിരുന്നു. പക്ഷേ നാട്ടുകാരുടെയും പോലീസുകാരെയും പോത്തുണ്ടി വനം വളഞ്ഞുള്ളൊരു അന്വേഷണം നടക്കുന്ന ഇയാൾ കണ്ടു. ഘോര വനമാണ്. ചില ഏരിയയിൽ വനത്തിനോട് ചേർന്ന് അവിടെ റബ്ബർ മരങ്ങളുണ്ട്, എങ്കിലും വനം തന്നെയാണ്. അയാൾ കണ്ടു പോലീസുകാരും നാട്ടുകാരും ഒക്കെ മൊബൈൽ ഫോണും കത്തിച്ചൊക്കെ രാത്രി ആ വഴിയൊക്കെ നടക്കുന്നത്. ഇയാൾ ആനയെ കണ്ടു. ആനയുടെ മുമ്പിൽ ഇയാൾ ചാടി. ആനയൊന്നും ചെയ്തില്ല എന്ന് ഇയാൾ പറഞ്ഞു. അതിനുശേഷം ഇയാൾ മരങ്ങളിലെ മറവിൽ നിന്നും ഡ്രോൺ വന്നപ്പം ഡ്രോണിൽ ഇയാളുടെ പിക്ചർ കാണാതിരിക്കാൻ വേണ്ടി വലിയ മരങ്ങളെ മറഞ്ഞു. അങ്ങനെ രക്ഷപ്പെട്ടു. പക്ഷെ 2 ദിവസമായിട്ട് ആഹാരമില്ല. ഇയാളുടെ വീട്ടിൽ ആഹാരം കരുതിയിട്ടുണ്ട്. വീട്ടിൽ വന്ന് ആഹാരം ലഭിക്കും. രാത്രി വരാനായിട്ട് ഇയാൾ തയ്യാറായി. അങ്ങനെ വന്ന് ഇന്നലെ 11:30-12 മണിക്കകം ഇയാൾ വിശപ്പ് സഹിക്കാതെ കാട്ടിൽ നിന്നിറങ്ങി വീട്ടിലെത്തി പിടിയും വീണു. അങ്ങനെയാണ് ഇയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അയാൾ ഒരു ദുഃഖഭാവവും മുഖത്തില്ല, ശാന്തനുമല്ല. എന്തായാലും പോലീസിന് വൻ വീഴ്ചയുണ്ടായി. ഇയാൾ ബെയിൽ കണ്ടീഷൻ വയലേറ്റ് ചെയ്ത് 2 മാസം കൊണ്ട് സുധാകരൻ്റെയും ലക്ഷ്മിയുടെയും വീടിൻ്റെ മുമ്പിൽ കൊടുവാളുമായിട്ട് സഞ്ചരിക്കുന്നുണ്ടായിട്ട് പോലീസ് ഒന്നും ചെയ്തില്ല. ഇയാളെ ആ കേസിന് അറസ്റ്റ് ചെയ്യണമായിരുന്നു. 41-102 CRPC പ്രകാരം, അല്ലെ BNSന്റെ പുതിയ സെക്ഷൻ അനുസരിച്ച്. അതുപോലെ തന്നെ ആളെ കൊല്ലാനായിട്ട് കൊടുവാളായിട്ട് നടന്നു കഴിഞ്ഞാൽ 307 ഇട്ട് കേസെടുക്കണമായിരുന്നു. അതും പോലീസ് ചെയ്തില്ല. വൻ വീഴ്ച വന്നു. ആ SHOയെ ഇപ്പം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അയാൾ ബെയിൽ കണ്ടീഷൻ വയലേറ്റ് ചെയ്ത് അറിഞ്ഞിട്ടും ആ കൊല്ലപ്പെട്ട സുധാകരനും മകളും വന്ന് 29/12/2024 ഒന്ന് പരാതി കൊടുത്തു. നാട്ടുകാർ ഭയപ്പെട്ടിട്ട് കൊടുവാളുമായിട്ട് നടക്കുക, ഇയാൾക്കെതിരായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നടപടി വേണമെന്ന് പറഞ്ഞ് 120 പേര് ഒപ്പിട്ട് അങ്ങനെ ഒരു മാസ് പെറ്റീഷൻ കൊടുത്തു. എന്തോ SHOയ്ക്ക് അതിന് പ്രതിവിധി ചെയ്യാൻ കഴിഞ്ഞില്ല. അയാളിപ്പം സസ്പെൻഷനായി. അവിടെ ആലത്തൂർ DYSP ഉണ്ട്, അവിടെ SP ഉണ്ട്. ഈ ഒരു മർഡർ നടന്ന് ഇനി ആളെ കൊല്ലാൻ നടക്കുന്ന ആളെ അവരെന്ത് ചെയ്തു എന്നുള്ള പ്രസക്തമായ ചോദ്യം നിലനിൽക്കുകയാണ്. അവരുടെ എതിരായിട്ട് നടപടി ഉണ്ടാകണം. കാരണം SHOയ്ക്ക് എന്തെങ്കിലും പാവപ്പഴ പണ്ടിട്ടുണ്ടെങ്കിൽ അത് ടേക്ക് ഓവർ ചെയ്ത് ആ പ്രശ്നം പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം DYSPക്ക് SP-ക്കും ഉണ്ട്. അവർ സൂപ്പർവൈസറി ഓഫീസർ എന്ന ചമഞ്ഞ് അവിടെ നടക്കാൻ പാടില്ല. അവർക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് ഇവിടെ ചെയ്തില്ല. DIG, IG, ADGP, DGP ലെവലിൽ അവർ നോക്കിക്കൊള്ളും. അവർ സൂപ്പർവൈസറി ഓഫീസറാണെന്ന് പറഞ്ഞാൽ നിൽക്കാം. പക്ഷെ ഒരു ജില്ലയുടെ മേലധികാരി SP നേരിട്ട് കൃത്യസ്ഥലത്ത് വന്ന് അന്വേഷണം ഏറ്റെടുക്കേണ്ട വ്യക്തിയാണ്. അതിവിടെ ഉണ്ടായില്ല. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് കൊതിയോടെ ആഹാരം കഴിക്കുന്ന ചെന്താമരയെ നമുക്ക് കാണാം. അയാൾ ഉന്നമിട്ട് 2-3 പേരെ ലഭിച്ചില്ല. ഇനി ഇയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് കസ്റ്റഡി വാങ്ങിച്ച് അന്വേഷണം നടത്തുമ്പോഴും പോലീസ് സൂക്ഷിക്കണം. ഇയാൾ കസ്റ്റഡി ഇരുന്ന് എന്തും ചെയ്യും. അതോടൊപ്പം തന്നെ ഇയാൾക്ക് സൗകര്യം കിട്ടിക്കഴിഞ്ഞാൽ ആരെ ആക്രമിക്കുകയും ചെയ്യും. ഇവളുടെ മനസ്സിന്റെ സന്തുലിതാവസ്ഥ തെറ്റിക്കിടക്കുന്ന മനുഷ്യനാണ്. പകയാണ് മുന്നിൽ നിൽക്കുന്നത്. അന്ധവിശ്വാസിയാണ്. ഇയാൾ സംബന്ധിച്ചിടത്തോളം മനുഷ്യജീവന് യാതൊരു വിലയുമില്ല. ഇയാൾ നിശ്ചയിക്കുന്ന കാര്യങ്ങൾ അത് പകയുടെ മനസ്സാണ്. അതനുസരിച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതാണ്. അയാൾ ആത്മഹത്യ ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. ഇയാൾ കൊന്നിട്ട് വിഷം കഴിച്ചിട്ടാണ് കാട്ടിക്കയറി എന്ന് പറഞ്ഞത് അത് കള്ളമായിരുന്നു. കാരണം വിഷാംശമൊന്നും ഉള്ളിൽ ചെന്നിട്ടില്ല, അതിൻ്റെ ലക്ഷണങ്ങളുമില്ല. അതൊക്കെ പോലീസിനെ പറ്റിക്കാൻ വേണ്ടി ഒരു ഡിഫൻസ് തയ്യാറാക്കുന്നതാണ് ഇയാൾ. ഇനി ആ വിലാസിനിയുടെ എന്ന് പറഞ്ഞ് ഇയാളുടെ ഭാര്യ, ഇയാളുടെ മരുമകൻ പോലീസുകാരനെ കൊല്ലാനും വിലാസിനിയെ കൊല്ലാനും ഒക്കെ ഇയാൾ നടക്കുകയായിരുന്നു. ഇയാളെ കിട്ടിയില്ലായിരുന്നെങ്കിൽ അവരെയും കൊന്നിട്ട് ഇയാൾ കീഴടങ്ങുള്ളായിരുന്നു. ആ വെട്ടുന്ന സമയത്ത് അമ്മ ലക്ഷ്മിയും തൊട്ടടുത്ത് മകൻ സുധാകരനും അതിൻ്റെ അവിടെ ആ ഞായറാഴ്ച ആ വീട്ടിൽ വരാതിരുന്ന മൂത്ത മകള് അഖില ഉണ്ടായിരുന്ന ആ കുട്ടിയും കൊന്നേനെ. അമ്മയെ കൊന്ന ശേഷം മൂത്ത മകള് അഖില അവിടെ കോളേജിൽ പഠിക്കുകയാണ്. ആലത്തൂര് BSA കോളേജിൽ പഠിക്കുന്നു. ഇളയ കുട്ടി അനില അമ്മ മരിച്ച ശേഷം
അമ്മയുടെയും അപ്പൻ്റെയും കൂടെ തന്നെയാണ് താമസം. 5 വർഷമായിട്ട് അമ്മ മരിച്ച ശേഷം അവിടെയാണ് ആ കുട്ടി താമസിക്കുന്നത്. അച്ഛനെ കാണാനായിട്ട് സുധാകരൻ്റെ ഞായറാഴ്ച അയാൾ വീട്ടിലുണ്ടാവും. അതിനുശേഷം തിങ്കളാഴ്ച അയാൾ പോകുള്ളൂ. അയാൾ ലോറി ഡ്രൈവറാണ്. ആഴ്ചയിൽ ഒരിക്കലേ വീട്ടിൽ വരുള്ളൂ. മുത്തശ്ശി ലക്ഷ്മി മാത്രമാണ് അപ്പം വീട്ടിലുള്ളത്. ഞായറാഴ്ച അച്ഛൻ വരുമ്പോൾ അച്ഛൻ്റെ ധൈര്യത്തിലാണ് മകള് അവിടെ വന്നുകൊണ്ടിരുന്നത്. നെന്മാറയിൽ നിന്ന് അച്ഛനെ വിളിച്ചിട്ട് അച്ഛൻ ഫോൺ എടുക്കുന്നില്ല. അവസാനം പല പ്രാവശ്യം വിളിച്ചെടുക്കുന്ന പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. അച്ഛൻ എന്തെങ്കിലും അപകടം ഉണ്ടാവുന്ന കുട്ടിക്കറിയാം. കുട്ടി അതുകൊണ്ട് പെട്ടെന്ന് അവിടം വരെ വരിക എന്ന് പറഞ്ഞപ്പം തന്നെ കുട്ടിക്ക് മനസ്സിലായ അപകടം മണത്തു. ആ 2 കുട്ടികളുടെയും കരച്ചിലും വിലാപവും രോധനവും ഒക്കെ മലയാള നാട് മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വിങ്ങിപ്പൊട്ടുന്ന ആ കുട്ടികളെ കാണുമ്പം കണ്ണീർ വീഴ്ത്താത്ത ഒരു കുടുംബവും കേരളത്തിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കേരളത്തെ ഞടുക്കിയ ഈ ഒരു സംഭവം, അതിലെ പോലീസിന് വൻ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതിന് ഒരാളെ നടപടി എടുത്തു കഴിഞ്ഞു. പക്ഷേ അതിനകത്ത് ഡിവൈഎസ്പിയും അവിടുത്തെ എസ് പിയും കുറ്റക്കാർ തന്നെയാണ്. ഡിവൈഎസ്പിയും എസ് പി അവിടെ ഇരിക്കുന്നത് ഒരു SHOയ്ക്ക് ഒരു ഡിഫോൾട്ട് ഉണ്ടായി അയാളെ സൂപ്പർവൈസ് ചെയ്യുമ്പോൾ അയാൾക്ക് ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് പാകപ്പിഴ കണ്ടെത്തെങ്കിൽ അത് കറക്റ്റ് ചെയ്യേണ്ടവരാണ്. അതിവിടെ നടന്നില്ല. ഇയാള് അന്ധവിശ്വാസി ആണ് എന്ന് നമുക്കറിയാം. ഇയാള് ദൈനംദിനം ജ്യോതിഷിയുടെ പുറകെ നടക്കുകയാണ്. എല്ലാ കാര്യത്തിനും ഇയാൾക്ക് ഒരു തീരുമാനം എടുക്കുന്നത് ജ്യോതിഷിയുടെ ഉപദേശപ്രകാരമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ധാരാളം ആൾക്കാർ കേരളത്തിൽ ഇതുപോലെ അന്ധവിശ്വാസികളായി നടക്കുന്നത് നമുക്കറിയാം. അതേസമയത്ത് ഈ പുഷ്പ എന്ന് പറയുന്ന ഒരു ലേഡി ആ വീടിനടുത്തുണ്ട്. അവരെ നോട്ടം ഇട്ടിട്ടുണ്ട്. നിന്നെയും കൊല്ലുപിടി എന്ന് ആ പുഷ്പയുടെ വീടിൻ്റെയും ലക്ഷ്മിയുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പ്രതിയുടെ വീട്. ആ വീടിൻ്റെ മുകളിൽ നിന്ന് അവരെ അവിടുത്തെ വിൻഡോയുടെ ജനലിൻ്റെ ഗ്ലാസിൻ്റെ ഇടയിൽ കൂടെ ചൂണ്ടുവിരൽ ചൂണ്ടി അവരോട് പറയും, നിനക്ക് വെച്ചിട്ടുണ്ട്, നിന്നെ ഞാൻ എടുക്കും, കഴുത്തിലേക്ക് ചൂണ്ടുവിരൽ കാണിച്ചിട്ട് കഴുത്തറക്കും എന്ന് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് എന്ന് പുഷ്പ പറയുന്നുണ്ട്. എന്തായാലും അമ്മയെ കൊല്ലാൻ കാരണം, അല്ലെങ്കിൽ സുജാതയെ കൊല്ലാൻ കാരണം, അയാള് പ്രശ്നം വെച്ചപ്പം ജ്യോതിഷി പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയും മക്കളും പിണങ്ങിപ്പോകാൻ കാരണം അവരെ ഭീകരമായിട്ട് മർദ്ദിച്ച് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അതുങ്ങൾ ഓടിപ്പോവുകയായിരുന്നു. ആ ഭാര്യയെ മക്കളും ഓടിപ്പോകാൻ കാരണം അയാൾ പ്രശ്നം വെച്ച് നോക്കിയപ്പം ആ ബോയൽ കോളനിയിലുള്ള ആ പോത്തുണ്ടി ബോയൽ കോളനിയിലെ ഒരു നീണ്ട മുടിയുള്ള ഒരു സ്ത്രീയാണ്. അവിടെ നീണ്ട മുടിയുള്ള സ്ത്രീ തൊട്ടടുത്ത് താമസിക്കുന്ന വീട്ടുകാരായ സുധാകരൻ്റെ ഭാര്യയാണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ മുടിയുള്ളത്. അത് അവർക്ക് വിനയായി അവരെ വെട്ടിക്കൊന്നു. അതിനും അല്പം മുടി കുറഞ്ഞ ഒരാള് ആണ് വിലാസിനി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസുകാരനെ നോട്ടമിട്ടിട്ടുണ്ട്. ഏതായാലും ഒരു പക ഇതുവരെ മാറിയിട്ടില്ല. അയാൾക്ക് അവസരം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പക തീർക്കും. അതുകൊണ്ട് അയാളുടെ ജാമ്യത്തിന് ഇറക്കിയ ആരാണ് നേരത്തെ കേസിന്, അവർക്കെതിരായിട്ട് നടപടി ഉണ്ടാകണം. ആരാണ് ജാമ്യത്തിൽ നിന്നത്? കാരണം അവർക്ക് ഇതിനകത്തൊരു ഉത്തരവാദിത്വമുണ്ട്. ജാമ്യത്തിൽ ഇറക്കിക്കഴിഞ്ഞാൽ ജാമ്യം കൊടുക്കുന്ന മാത്രമല്ല, അയാൾ ആവർത്തിക്കാതിരിക്കാനും അയാളെ ഈ കൃത്യസ്ഥലത്തോട്ട് അയക്കാതിരിക്കാൻ അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവരുടെ റോള് എങ്ങനെയാണേലും പോലീസ് അത് നോക്കണം, അത് മനസ്സിലാക്കി അവർക്കെതിരായിട്ടും നടപടി വേണം. ഇങ്ങനെയുള്ള ക്രിമിനലിനെ സംരക്ഷിക്കുന്ന സമൂഹത്തിലെ ആരായാലും ശരി, അവർക്കെതിരായിട്ട് നടപടി വേണമെന്നുള്ളതുകൊണ്ടാണ് ആ കാര്യം കൂടെ അന്വേഷിക്കണമെന്ന് ഞാൻ പറയുന്നത്. ഏതായാലും ഇനിയും ഇയാൾക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ വിരളമാണ്. ഇയാളെ തീർച്ചയായും ഒരു മർഡർ ചെയ്ത സമയത്ത് ഇയാൾ 2 മർഡറും കൂടെ ചെയ്തിരിക്കുന്നു. അത് വളരെ ബ്രൂട്ടലായ മർഡറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവായ പരമേശ്വരൻ പറഞ്ഞത് അമ്മയെ കൊല്ലാൻ ഉള്ള ഉദ്ദേശം അയാൾക്ക് ഇല്ലായിരുന്നു എന്ന്. അത് ബന്ധുവായതുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം സുധാകരൻ എന്ന് പറഞ്ഞ ആള് വീടിന്റെ മുമ്പിൽ അയാൾ സ്കൂട്ടറിൽ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് വെട്ടി വീഴ്ത്തിയത്. 8 വെട്ടാണ്. അതിന് തൊട്ടു മുമ്പ് വീടിന്റെ മുൻവശത്ത് നിന്ന ലക്ഷ്മി എന്ന 75 വയസ്സുകാരി അവരെ അവിടെ ചെന്ന് വെട്ടിക്കൊല്ലുകയായിരുന്നു. അവരും മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അടുത്തോട്ട് വന്നിരിക്കാം, പക്ഷെ വെട്ടിക്കൊന്നു. പക്ഷേ
വൈരാഗ്യം അവരോട് കൂടുതലുണ്ട്. കാരണം 12 വട്ടാണ് അവർക്ക്, മറ്റേ ആൾക്ക് 8 വട്ടേ ഉള്ളൂ. പോലീസിൻ്റെ അടുത്ത് കൺഫഷൻ നടത്തിയപ്പോൾ ഇപ്പം പറഞ്ഞു എന്ന് പറയുന്നു. ഏറ്റവും കൂടുതൽ വൈരാഗ്യം അവർക്ക് ലക്ഷ്മിയോടാണ് 75 വയസ്സിൽ. അവരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ള രീതിയിൽ മൊഴി കൊടുത്തു. അതിലെ മൊഴി മുഴുവൻ അൺബിലീവബിൾ ആണ്. അത് വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല. ഏതായാലും ആ ആളെ കസ്റ്റഡി വാങ്ങിച്ച് കുറച്ചുകൂടെ വിവരങ്ങൾ ചിലപ്പോൾ അറിഞ്ഞേക്കാം. ഇയാളെ റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ജയിലിലും ഇയാൾ അത്ര സുരക്ഷിതനാണോ എന്ന് സംശയമുണ്ട്. ഇയാളെ തീർച്ചയായിട്ടും ക്യാപിറ്റൽ പണിഷ്മെന്റ് അർഹനാണ്. ഒരു മർഡർ ചെയ്ത് ജാമ്യത്തിൽ നിൽക്കുമ്പോൾ വളരെ ബ്രൂട്ടലായിട്ട് രണ്ടുപേരും കൂടെ മക കൊണ്ട്, വൈരാഗ്യം കൊണ്ട്, അന്ധവിശ്വാസം കൊണ്ട് കൊന്നതാണ്. അതുകൊണ്ട് ക്യാപിറ്റൽ പണിഷ്മെന്റ്, വധശിക്ഷയ്ക്ക് അർഹനായ വ്യക്തി തന്നെയാണ് ചെന്താമര.